അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രവാചക സ്നേഹത്തിലേക്ക് ലോകം കടന്നു വരട്ടെ. പരിഹാരം, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. പ്രവാചക സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ. ഏത് പ്രതിസന്ധിയും, ഏത് ബുദ്ധിമുട്ടുകളും, ഏത് മാറാവ്യാധി രോഗങ്ങളും സുഖപ്പെടാൻ പ്രവാചക സ്നേഹത്തിലൂടെ പരിഹാരമുണ്ടെന്നാണ് അവരുടെ ഒക്കെ പ്രസംഗം ഇന്നലെ തെളിയിച്ചത്. ഇന്റർനെറ്റിലൂടെ നിങ്ങളൊക്കെ കണ്ടു കാണും, അതല്ലെങ്കിൽ പത്രധാര വായിച്ചു കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഒരു കാലത്ത് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ എന്തെങ്കിലും തെരുവോരങ്ങളിൽ നിന്ന് ഈ തൈലം വിൽപ്പനക്കാരെ പോലെ പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ചില പ്രസംഗങ്ങൾ കേട്ട് നമ്മളൊക്കെ ഒരു കാലത്ത് തെറ്റിദ്ധരിച്ചിരുന്നു. ഈ കേരളക്കരയിൽ ചില മുസ്ലിംമാര് എന്ന് പറഞ്ഞ് പണ്ഡിത സമൂഹത്തെ താറടിച്ചുകൊണ്ട് ചില പ്രസംഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ വയറ് വീർക്കാൻ വേണ്ടി, അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ നബിദിനാഘോഷം എന്നൊക്കെ പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതും അവിടത്തോടുള്ള കണക്ഷൻ മുഅ്മിനീങ്ങൾ നിലനിർത്തുന്നതും മുറിച്ചു മാറ്റുന്ന ചില പ്രവണതകൾ ഈ അടുത്തയിടെ നമ്മുടെ കേരളക്കരയിൽ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അവരൊക്കെ മാളത്തിൽ ഒളിക്കുകയാണ്. ലോകത്തെ അമേരിക്കയിലാകട്ടെ സുന്നത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയ ഒരു ഈമാനിക സംഘടന അമേരിക്കയിൽ ഇന്ന് നിലവിലുണ്ട്. ലക്ഷക്കണക്കിന് പ്രവർത്തകർ അവർക്കുണ്ട്. അവരൊക്കെ മീലാദ് ആഘോഷിക്കുകയാണ്. കാനഡ എടുത്തു നോക്കൂ. UK-യിലാവട്ടെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ഇവിടെയെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ ഈ മാസം കടന്നു വരുമ്പോൾ എല്ലാവരും ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ആ ഹബീബിനോടുള്ള സ്നേഹം പുതുക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയാണ്. ഇത് ഈമാനിനെ പുതുക്കലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് പുതുക്കുക, അതിലൂടെ കൂടുതൽ അതിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഈമാനിനെ പുതുക്കലാണ്. ഈമാൻ എവിടെ നിന്നാ കടന്നു വന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖാന്തരം പരിശുദ്ധമായ ദീനിനെ റസൂലുള്ളാഹിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ റസൂലുള്ളാഹിയിലൂടെയാണ് സ്വഹാബത്തിന് കിട്ടുന്നത്. ഈ സ്വഹാബത്ത് അവരുടെ മുന്നിൽ കാണുന്ന ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കാണ് പരിശുദ്ധ ദീനിനെ, ഇസ്ലാമിനെ, പരിശുദ്ധ ഈമാനിനെ പകർത്തി കൊടുക്കുന്നത്. റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ അതേ ആ വെളിച്ചം നേരിട്ട് അവരുടെ കാലക്കാർക്ക് പകർന്നു കൊടുക്കുകയാണ്. അവർ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ ആ വെളിച്ചം അവരുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പകർത്തി കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ശേഷമുള്ള താബിഈങ്ങൾ, താബിഉകൾ ഇങ്ങനെ കടന്നു വന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് നമ്മിലേക്ക് പരിശുദ്ധ ദീൻ കടന്നു വരുന്നത്. നിങ്ങൾക്കറിയില്ലേ, സ്വഹാബത്തിന് ദീൻ ലഭിച്ചത് റസൂലുള്ളാഹിയിൽ നിന്നാണെങ്കിൽ ആ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദീന് ഒരു ചെവിയെ നമുക്ക് ദീന് കിട്ടിയ വ്യത്യാസമുള്ള കേരളക്കരയിൽ. കാരണം മാലിക് ദീനാറും സംഘവും നേരിട്ട് കേരളക്കരയിൽ വന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ ആ പ്രകാശപൂരിതമായ ആ യഥാർത്ഥ ദീനിന്റെ രൂപം കേരളക്കരയിൽ പരത്തുകയാണ്. അതാണ് ഇന്നും ലോകത്തുള്ള എല്ലാ കോണുകളിൽ നിന്ന് ഇസ്ലാമിക ചിന്തയുള്ള ആളുകൾ വന്നാലും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം വലിയ ഇസ്ലാമിക ഒരുമയും ചുറ്റുപാടും ആ ഇസ്ലാമിന്റെ മയവും കാണുന്നത് എന്ന് വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ ചിന്തകന്മാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ ആ പ്രകാശം നേരിട്ട് ഒരു ചെവി മാത്രമേ വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഇടയാൾ. അവിടെ നിന്ന് നേരിട്ട് കേരളത്തിൽ പരക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഇസ്ലാമിക ചുറ്റുപാടും ദീനി ബന്ധവും ഇന്നും നിലനിൽക്കുന്നത്. ഇത് മുറിച്ചു മാറ്റാൻ വേണ്ടി, ഈ പ്രകാശകിരണങ്ങൾ കെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ നെട്ടോടമോടുന്ന ഈ തൈലം വിൽപ്പനക്കാർ പരിശുദ്ധ ദീനിനെ മറ്റൊരു രൂപത്തിൽ ആത്മീയ വശം മുറിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ഇത് നമുക്കൊന്നും നമ്മുടേതായിട്ട് സ്വന്തമായി അങ്ങ് ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്ത് റസൂലുള്ളാഹിയെ പുകഴ്ത്താൻ തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീർ പഠിച്ച ആർക്കും അറിയാം, സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത്, 53-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി
ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പരിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുന്നത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ബിഫദ്ലില്ലാഹ്, തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ അല്ലാഹുവിന്റെ ഫദ്ലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ഈ ഫദ്ല്? ഫദ്ല് എന്ന് പറഞ്ഞാൽ